ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് PSC പഠിക്കാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതായത് ഒരു ബിഗിനർ ഗൈഡ് ഫോർ PSC ആസ്പിറൻസ്. ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം പലർക്കും PSC പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, അതായത് ഒരു 0 ലെവലിൽ നിന്ന് PSC പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലിയർ ഗോൾ നമുക്ക് വേണം. PSC എന്ന് പറഞ്ഞാൽ വളരെ വൈഡാണ്. നമുക്ക് LDC ലെവൽ ഉണ്ടാവും, ഡിഗ്രി ലെവൽ ഉണ്ടാവും, ഓവർസിയർ, പോലീസ്, അങ്ങനെ കുറേ ലെവലുകളുണ്ടാവും. അതിൽ ഏതാണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യാം. എക്സാമ്പിൾ, ഇപ്പം ഞാൻ നെക്സ്റ്റ് 1 ഇയറിനുള്ളിൽ LDC ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ നെക്സ്റ്റ് 2 ഇയറിനുള്ളിൽ LDC ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ക്ലിയർ എയിം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടി ഈസി ആവും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിലബസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മൾ ഏതാണോ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് ആ ഒരു എക്സാമിൻ്റെ സിലബസ് മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഇപ്പം PSC ജനറൽ PSC എടുക്കുകയാണെങ്കിൽ അതിൽ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്റ്റാണ് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, ഇംഗ്ലീഷ്, മലയാളം, സയൻസ്, കറണ്ട് അഫെയേഴ്സ്. അപ്പം ഈ ഒരു സിലബസ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് അതിൽ ഓരോ ടോപ്പിക്കായിട്ട് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങാം. റാൻഡമായിട്ട് പഠിക്കുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ആ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ഓരോന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക. പിന്നെ തേർഡ് സ്റ്റെപ്പാണ് റൈറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതായത് കറക്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യുക. കുറേ മെറ്റീരിയൽസ് വാങ്ങിക്കൂട്ടി വെച്ചിട്ട് കാര്യമില്ല, നമ്മളതൊന്നും വായിക്കാൻ പോകുന്നില്ല. അപ്പം കറക്റ്റായിട്ടുള്ള, ഇപ്പോൾ ജനറൽ PSC ആണെങ്കിൽ SCERT ബുക്സ് 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അത് എന്താണോ വേണ്ടത് അത് നമ്മൾ കറക്റ്റായിട്ട് വാങ്ങി വെക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് മസ്റ്റാണ്. എല്ലാം ഒരുമിച്ച് വാങ്ങേണ്ട ഒരു കാര്യമില്ല. എന്നിട്ട് നമ്മൾ ഓരോന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുക. ഒരു ബുക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്ത ബുക്കിലേക്ക് പോവുക, അല്ലാതെ എല്ലാം കൂടി വാരി പഠിക്കാൻ നിൽക്കരുത്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്ന് നമ്മൾ 12 മണിക്കൂർ പഠിക്കും, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ 16 മണിക്കൂർ പഠിക്കും, അങ്ങനെ വെച്ച് തുടങ്ങാൻ പാടില്ല. ഡെയിലി ഒരു 2 ഹവർ അല്ലെങ്കിൽ 3 ഹവർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 1 ഹവർ തിയറി, 1 ഹവർ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക, 30 മിനിറ്റ് ഡെയിലി റിവിഷൻ എടുക്കുക, അതുപോലെ തന്നെ 1 ഹവർ ഡെയിലി കറണ്ട് അഫെയേഴ്സിന് എടുക്കുക. അങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് നിങ്ങൾ പോവുക. ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം 10 മണിക്കൂർ പഠിച്ചു, പിറ്റേ ദിവസം ഒന്നും പഠിക്കാതെ നിൽക്കുന്നില്ല. ഒരു ദിവസം 1 മണിക്കൂർ, രണ്ടാമത്തെ ദിവസം 1 മണിക്കൂർ, മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് 2 മണിക്കൂറാക്കാം. അങ്ങനെ ഗ്രാജുവലി കൂട്ടി കൊണ്ടുവരാം. ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. കൺസിസ്റ്റൻ്റാണ് മെയിനായിട്ട് വേണ്ടത്. ദെൻ അടുത്തതാണ് റിവിഷൻ പ്ലസ് പ്രാക്ടീസ്. അതായത് PSC എത്ര പഠിച്ചു കഴിഞ്ഞാലും പലർക്കും കിട്ടാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് റിവിഷൻ ഇല്ലായ്മയാണ്. ഞാൻ പഠിക്കുമ്പം എനിക്ക് പറ്റിയ മിസ്റ്റേക്കും അതാണ്. ഞാനിങ്ങനെ പഠിക്കും എന്നല്ലാണ്ട് ഞാനത് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യൂല. ഒരു തവണ പോലും ഞാൻ റിവിഷൻ ചെയ്യാറില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ലോങ് ടേം PSC ജേർണി വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഓരോന്ന് പഠിക്കുന്ന സമയത്തും ഓരോ ഗ്യാപ്പ് ഇട്ട് 3 ദിവസം കൂടുമ്പം, ഒരാഴ്ച കൂടുമ്പം, പിന്നെ ഒരു 3 വീക്സ് കൂടുമ്പം, അങ്ങനെ റിവിഷൻ്റെ ടെക്നിക്സ് ഒക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുക. ഡെയിലി ഒരു 70 PYQ എങ്കിലും നിങ്ങൾ ഡെയിലി മസ്റ്റായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ മാസവും ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുക. 100 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചത് ഒരു കാലത്തും മറക്കൂല. അതാണ് മെയിനായിട്ട് വേണ്ടത്, റിവിഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളത്. പിന്നെ അടുത്തതാണ് മോട്ടിവേഷനും മൈൻഡ് സെറ്റും. ഇതാണ് ലാസ്റ്റ് പോയിൻ്റ്. ഈ PSC എന്ന് പറയുന്നത് കുറേ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു മന്തിനുള്ളിൽ പഠിച്ച് PSC നേടാൻ പറ്റൂല എന്ന് ഞാൻ പറയുന്നില്ല, പറ്റും. പക്ഷേ അങ്ങനെ വിചാരിച്ചിട്ട് ഒരു മാസം ട്രൈ ചെയ്ത് കിട്ടിയില്ല, ഇതെന്നെ കൊണ്ട് പറ്റൂല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ വേറൊരാളെ നമ്മൾ കമ്പയർ ചെയ്യരുത്. അവൻ ഫസ്റ്റ് റാങ്ക്, എനിക്കൊന്നും ഇതുവരെ കിട്ടിയില്ലല്ലോ, അങ്ങനെ നിങ്ങൾ നല്ലോണം ട്രൈ ചെയ്യുക. അതായത് ഇന്നിപ്പം ഞാൻ പഠിച്ചു, നാളെ അതിലും കൂടുതൽ മാക്സിമം പഠിക്കാൻ നോക്കുക. ഡെയിലി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്നിപ്പം 1 മണിക്കൂർ പഠിച്ചാൽ നാളെ അത് അരമണിക്കൂറായി പോകരുത്. ജസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ കൂട്ടി കൊണ്ടുവരിക. അങ്ങനെ നിങ്ങൾ 10 മണിക്കൂറോ 12 മണിക്കൂറോ ഒക്കെ നമുക്ക് ആക്കാൻ പറ്റും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് 7 to 8 ഹവേഴ്സ് ഓഫ് സ്ലീപ്പ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.